ഹായ് എവ്രി വൺ. ഇന്ന് സൺഡേ ആണ്. ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് മാറ്റുകയാണ്. അല്ലാണ്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് പറ്റില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിതിവിടെ സെറ്റാക്കി. ഇതെൻ്റെ ഫയല്, ഇത് സാരി, അതിൻ്റെ സ്വെറ്റ് ഷർട്ട്സ്, പിന്നെ താഴെ കണ്ട ആകെ ഇതേ കുളമായിട്ട് കിടക്കുവാട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ട്രോളി ബാഗിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ നൈറ്റ് ഡ്രസ്സും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അവൻ്റെ നൈറ്റ് ഡ്രസ്സും അവന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ സൺസ്ക്രീനും പിന്നെന്താണ് കാജലും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. എൻ്റെ വാച്ചും മോയ്സ്ചറൈസേഴ്സും പിന്നെ പാഡും കാര്യങ്ങളൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കൊച്ചിയിൽ പോയപ്പോൾ ബിഗ് ബില്ലിൽ കയറിയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. അത് പൊട്ടിച്ചില്ല, ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ എടുത്ത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ H&Mൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളുണ്ട്. ആകെ ഞാൻ കൊച്ചിയിൽ പോയപ്പോൾ H&Mൽ നിന്ന് 2 ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ വാങ്ങിച്ചതൊക്കെ പാർത്തനാണ്. കുറച്ച് ഓഫേഴ്സിൽ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് മേടിച്ചു. പിന്നെ ഞാൻ ഓൺലൈൻ H&Mൽ നിന്ന് ഓൺലൈൻ വഴി ഞാൻ 1-2 സ്വെറ്റ് ഷർട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എനിക്കിനി റെഡി ആവണം. ഡ്രസ്സൊക്കെ ഇട്ടു, എനിക്കിനി റെഡി ആവണം. അപ്പോൾ ഉള്ളത് വെച്ച് റെഡി ആവാം. ഇനി നമുക്ക് പുതിയ വീട്ടിലേക്ക് പോവാം. അവിടെ പോയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ, അവിടുത്തെ സാധനങ്ങൾ അടുക്കി പറക്കി വയ്ക്കുന്നതും അവിടുത്തെ കോലാഹലമൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലെത്തിയത് എല്ലാ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒന്നും സെറ്റായിട്ടില്ല, എല്ലാം ഇങ്ങനെ ഓരോരുത്തർ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അങ്ങനത്തെ കട്ടിൽ ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി TV ഉണ്ട്, TV ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആൾ വരും. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൽ ഇനി എൻ്റെ കട്ടിൽ ശരിയാക്കുകയാണ്. ഇത് പഴയ വീട്ടിലുണ്ടായിരുന്ന കട്ടിൽ തന്നെയാണ്. അത് കൊണ്ടുവന്ന് അവർ അസംബിൾ ചെയ്ത് തരികയാണ്. വാർഡ്രോബൊക്കെ ശരിയായിട്ടുണ്ട്. ഒരു ഗ്രേ കളറാണ് കേട്ടോ ഞാൻ എൻ്റെ റൂമിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ അത് വാർഡ്രോബിന് ഗ്രേ കളർ അക്രിലിക് ഷീറ്റും ബാത്റൂമിലെ ടൈൽസും എല്ലാം ഗ്രേ കളറാണ്. ആ ഒരു ഷെയ്ഡിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഞാൻ വാർഡ്രോബിൻ്റെ അക്രിലിക് ഷീറ്റ് സെലക്ട് ചെയ്തത്. അങ്ങനെ എൻ്റെ കട്ടിലും സെറ്റാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റില്ല, കാരണം കർട്ടൻസ് ഇല്ലാണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. അങ്ങനെ TVയുടെ ആൾ വന്ന് TVയും സെറ്റാക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇത് വേറൊരു സൺഡേ ആണ് കേട്ടോ. അന്ന് പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് വേറൊരു സൺഡേ ആണ്. കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പം ഇവിടെ ഒന്ന് അടുക്കി പറക്കി വെക്കാം. ആദ്യം ഞാൻ വാർഡ്രോബ് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. കാരണം പാലുകാച്ച് കഴിഞ്ഞിട്ടും ഒത്തിരി വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ഓരോ വർക്കായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് പൊടി കയറുകയാണ് വീട്ടിൽ. എൻ്റെ റൂമിനകത്ത് വീണ്ടും നല്ല പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്ലീൻ ആക്കിയാണ് അവർ തന്നതെങ്കിലും വീണ്ടും വാർഡ്രോബിലൊക്കെ പൊടി കയറി. കാരണം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ തുണികളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാമെന്ന് ഓർത്തു. ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ പാർത്തനും ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരു ഡിസ്ട്രാക്ഷൻ ആകുമെന്ന് കരുതിയിട്ട് ഞാൻ അവനെയും കൂടെ കൂട്ടി. അവനും ഞാനും കൂടെ ഭയങ്കര ക്ലീനിങ്ങിലാണ്. ഞാൻ ആദ്യം വാർഡ്രോബ് തന്നെ സെറ്റ് ചെയ്യാമെന്ന് എന്താ കരുതിയെന്ന് വെച്ചാൽ, ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എന്തോ വെക്കേഷന് പോയിട്ട് ട്രോളി ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ എന്തോ ഹോട്ടൽ റൂമിൽ നിന്ന് റെഡിയായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സാധനം ട്രോളി ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ മറ്റേ സാധനം കാണില്ല, അത് തപ്പി പിടിച്ചെടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം കാണില്ല. അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം എനിക്ക് ഡെയിലി വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വാർഡ്രോബൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഞാനും പാർത്തനും കൂടെ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു. ഇപ്പം നമ്മൾ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക്. അപ്പം അവിടെ നിന്ന് ഹോം സെൻറ്ററിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വാഷ്റൂമിലത്തേക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് പൊട്ടിക്കാം. ഇന്ന് പൊട്ടിച്ചിട്ട് ഓരോരോ ബാത്റൂമിലായിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും പൊട്ടിച്ചില്ലെങ്കിൽ എനിക്കിട്ട് പൊട്ടിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിക്കാം. ഫസ്റ്റ് തന്നെ എൻ്റെ വാഷ്റൂമിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. ഫസ്റ്റ് ഈ ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ റൂമിലത്തേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് സാധനം നോക്കാം നമുക്ക്. സോപ്പ് ഹോൾഡറാണ്. സെയിം കളറിലുള്ള സെയിം ഡിസൈൻ വരുന്ന സോപ്പ് ഹോൾഡറാണ് ഞാൻ വാങ്ങിച്ചത്. അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതെന്തിനാണ് വാങ്ങിച്ചത്, ഇത് സോപ്പ് ഇട്ട് വെച്ചാൽ ഇതിന് വെള്ളം
ഡ്രെയിനായി പോവില്ല എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഓരോ ടൈലിൻ്റെ കളറിൽ മാച്ചായിട്ട് പോകുന്നത് അങ്ങനെയാണ് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ടൈലുമായിട്ട് മാച്ചായി പോകുന്നതാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അമ്മയുടെ റൂമിലത്തേക്ക് വേണ്ടിയിട്ടാണ്. ഡിസൈൻ കണ്ട ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതും ടൂത്ത് ബ്രഷ് ഹോൾഡറാണ്. നെക്സ്റ്റ് നല്ല ഭംഗിയില്ലേ, അത് മാക്സിമം സൂക്ഷിക്കണം. പാർത്തനുള്ളത് കാരണം നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചേ പറ്റൂ. ഇത് അതിൻ്റെ തന്നെ സെറാമിക് സോപ്പ് ഡിഷാണ് കേട്ടോ ഇത്. അടുത്തത് ഇതാണ്. ഇത് വാഷ് ബേസിൻ്റെ അവിടെ വേണ്ടിയിട്ടാണ് കേട്ടോ. സോപ്പ് ഡിസ്പെൻസർ ആണെന്ന് തോന്നുന്നു, ലിക്വിഡ് ഡിസ്പെൻസർ ആണെന്നാണ് എൻ്റെ പരമായ വിശ്വാസം. യെസ്, ദേ അടുത്ത സാധനം എനിക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആക്ച്വലി ആ വാഷ് ബേസിൻ്റെ അവിടെ ആ ഒരു ഏരിയയിലെ ടൈൽ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രൗൺ ഇങ്ങനെ ടെക്സ്ചർ പോലെ പോകുന്നുണ്ട്. പിന്നെ വാഷ് ബേസിനാണെങ്കിലും ബ്ലാക്ക് കളറാണ്. അപ്പം ഞാൻ അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു സോപ്പ് ഡിസ്പെൻസർ എടുത്തത്. അവിടെ ആക്ച്വലി സോപ്പ് ഡിസ്പെൻസറിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ടവലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഇത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊച്ചി ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ. H&M ഹോളുണ്ട്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഹോളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സെറ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പതിയെ കാണിച്ചു തരാം ഇങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ട് വെച്ചിട്ട് തരാം. ഞാൻ അതിലേക്ക് ഹാൻഡ് വാഷ് നിറയ്ക്കും കേട്ടോ. ഞാൻ റിലയൻസിൽ നിന്ന് ഒരു ഹാൻഡ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹാൻഡ് വാഷ്. എൻ്റെ അമ്മ എന്ത് സ്മെല്ലാന്നറിയോ, ഒരു ഊതിൻ്റെയൊക്കെ സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര കിടില സ്മെല്ലാണ് ഇതിൽ. പക്ഷേ എഴുതിയിരിക്കുന്നത് മിൽക്ക് ആൻഡ് ഫോറസ്റ്റ് ഹണി എന്നാണ്. പക്ഷെ ഭയങ്കര എന്താ പറയുന്നത്, ഊത് അത്ര അങ്ങനത്തെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് വാഷ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമിലത്തെ സോപ്പ് ഡിഷും ബ്രഷ് ഹോൾഡറും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടവൽസൊക്കെ അടുക്കി വയ്ക്കാം, നമ്മുടെ ഇന്നേഴ്സൊക്കെ വേണമെങ്കിൽ അടുക്കി വയ്ക്കാം, നന്നായിട്ട് അടുക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വാർഡ്രോബ് ക്ലീൻ ചെയ്തല്ലോ, ഇനി സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ദേ ഞാൻ എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പാർത്തൻ്റെ ഉടുപ്പുകളൊക്കെയാണ് കേട്ടോ. അവൻ്റെ പാൻറ്റും കാര്യങ്ങളും ടവൽസും ഇന്നേഴ്സും അവൻ്റെ സ്വെറ്റ്ഷർട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ദേ ഇവിടെ വരുമ്പോൾ എൻ്റെ നൈറ്റ് ഡ്രസ്സും ഷീറ്റും ഒക്കെയാണ് അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ടവൽസും ഒക്കെയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ പുറത്തിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത്. കുർത്ത സെപ്പറേറ്റ്, കോട്ട് സെപ്പറേറ്റ്, സൽവാർ സെപ്പറേറ്റ് ഒക്കെയാണ്. ഇവിടെ എൻ്റെ ജീൻസും ഷർട്ടും സ്വെറ്റ് ഷർട്ട്സും ഒക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ താഴേക്ക് പോകുമ്പോൾ ഫ്രോക്കൊക്കെയാണ്. പിന്നെ ഇത് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കൊച്ചിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഗുഡ് വില്ലിൽ നിന്ന്, H&M നിന്ന്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സും ലുലു സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ച കുറച്ച് സംഭവങ്ങളാണ്. അതൊന്നും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ 2 കവർ ഇന്നിപ്പം കാണിക്കാം. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നിന്ന് വാങ്ങിച്ചതും ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതും ഈ 2 സംഭവങ്ങളും കാണിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ഒരു ബോഡി ലോഷനാണ് കേട്ടോ. ഗിംഗം ഗോർജിയസ് ബൈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ആണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ച ഈ ഒരു ബോഡി മിസ്റ്റാണ്. 1000 വിഷസ് എന്ന് പറയുന്ന ഈ ഒരു ബോഡി മിസ്റ്റാണ്. എന്ത് മണമാണ് ഇതൊക്കെ, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സെക്കൻഡ് ഞാനൊരു ബോഡി ലോഷൻ വാങ്ങിച്ചത് യു ആർ ദ വൺ. ഷബ്സിയുടെ കയ്യിൽ ഇതുപോലൊരു ബോഡി ലോഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സെയിം ആണെന്ന് കരുതിയാണ് വാങ്ങിച്ചത്. പക്ഷെ അല്ല എന്നുള്ളത് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് ആ സത്യം അറിയുന്നത്. കൊച്ചി പോയപ്പോൾ എനിക്ക് പെർഫ്യൂം ഭ്രാന്തായിരുന്നു കേട്ടോ. എനിക്ക് എത്ര വാങ്ങിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിച്ചു, എൻ്റെ ഫ്രണ്ടിന് പിക്ചർ അയച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ഇനിയും വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിനിസോ എന്ന് ഈ 2 പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല. മിനിസോന്ന് ഈ 2 പെർഫ്യൂം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ലുലു ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് YSൻ്റെ ബ്ലാക്ക് ഓപ്പിയം. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഒറിജിനൽ ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ നോക്കി വച്ചിരുന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇൻറ്റൻസ് ആണ്. ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ, ഒരു ബ്ലാക്ക്, ഒരു റെഡാണ്, ആ ഒരു ബ്ലാക്ക് കളർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഇത് സ്മെൽ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻറ്റൻസ് ആണ് ഞാൻ വാങ്ങിച്ചത്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത്
ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ലേഡി മില്യൺ ആണ്. ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ ആദ്യം വാങ്ങിക്കുന്ന ഡിസൈനർ പെർഫ്യൂം ഇതാണ്. ഇതല്ല, ഇത് ഇൻറ്റൻസ് ആണ്. ഞാൻ ആദ്യം മേടിക്കുന്ന ഡിസൈനർ പെർഫ്യൂം ഇതാണ്. ഞാൻ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതിയോട് ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, എനിക്ക് ഡിസൈനർ പെർഫ്യൂം വാങ്ങിക്കണം, ഏതാണ് കിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അവൾ കുറച്ച് സജഷൻസ് പറഞ്ഞു. അതിലെനിക്ക് ഞാൻ ഷോപ്പിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിക്കുന്നത് 30 ml ആണ്. 30 ml ഞാൻ എന്താ പറയുക, ഒരു 5+ years ഞാനിത് വെച്ച് യൂസ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5+ years ഞാനത് വെച്ച് യൂസ് ചെയ്തു. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യില്ല, എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ 30 ml ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഡിസൈനർ പെർഫ്യൂം. ഇപ്പം ഞാൻ അതിൻ്റെ ഇൻറ്റൻസ് വേർഷനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ സ്മെൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് തന്നെ വാങ്ങിക്കും. അങ്ങനെ നെക്സ്റ്റ് പെർഫ്യൂം ഇതാണ്. എനിക്ക് എന്തോ ഭ്രാന്തായിരുന്നു തോന്നുന്നു, പെർഫ്യൂം ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നിന്നും ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്നും വാങ്ങിച്ചത്. ഇനി ഗുഡ്വില്ലിൽ നിന്നുള്ളത് മെച്ചനും ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഒത്തിരി ക്ഷീണിച്ചു. അത്ര ക്ഷീണിക്കാൻ മാത്രം ഒന്നും ചെയ്തില്ല, പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് ടയേർഡായി പോവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാടാ.